അല്ലേ? അപ്പോൾ ഇപ്പൊ തന്നെ ഒരു കിളിയുടെ പോലെ ഇരിക്കണത്. പ്രത്യേകം ഞങ്ങളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ. ഡിസ്കൗണ്ടോ? അല്ലേ, അതൊക്കെ ഉണ്ട്, പ്രത്യേക ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും. ഡിംപിൾ എന്ന് പറയുമ്പോ അടി ചോട്ട്. അപ്പോൾ എല്ലാവരും വേഗം തയ്യൽ പോവാം. വേണ്ട, താനെന്താ സാജി സാറിന് പഠിക്കുക? ഓഫ് ചെയ്യടോ. എനിക്ക് തന്നെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുക, ഡിംപിൾ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്. ഡിംപിളിനെ ആസ്ഥാനം പീഡിപ്പിക്കായിട്ടാണ് രേഖപ്പെടുത്തിയേക്കുന്നത്. ലെവലൊന്നും കൂടെ കൂട്ടാം. എന്തെങ്കിലും ഫോട്ടോ വീഡിയോ ഇതിന്റെ പേരിൽ വല്ല ഓൺലൈൻ ന്യൂസ് വന്നാൽ അതാ ഞാൻ പറയാം. ഫോട്ടോ വേണമെങ്കിൽ നല്ല ഫോട്ടോ ഞങ്ങളുടെ 2 പേരുടെ ഞങ്ങൾ തരും. വല്ലോൻ്റെയും ഫോട്ടോ കുത്തി കയറ്റാതെ ഇരിക്കുക അല്ലേ? നമ്മുടെ
ഹലോ, അപ്പോൾ ഡിവൈൻ്റെ ശബ്ദമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഡിവൈൻ എന്ത് സർജറിയാണ് ചെയ്തത്, തൊണ്ട കീറി കണ്ടില്ലല്ലോ, ഇനിയിപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എന്നിട്ട് തൻ്റെ സർജറി വേണ്ടി പോളിപ്പ് സർജറി, വോക്കൽ കോഡ് പോളിപ്പ് സർജറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജറിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങനെ കീറേണ്ട ആവശ്യമില്ല, വായി കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വി ഷേപ്പിലുള്ള ഒരു ചെറിയൊരു സിസ്റ്റ് അല്ലേ, നമ്മുടെ വോക്കൽ കോഡിലുള്ളൊരു സംഭവമാണ് അവിടെ ചെയ്തത്. അതെ, ഒരു ഇങ്ങനെയുള്ളൊരു സംഭവമാണ്. അവിടെ ഒരു സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് കട്ട് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു സൈഡിൽ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഹീലായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ അസ്വസ്ഥതകളും വേദന, ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇനി 2 വീക്സും കൂടി അല്ലേ വോയിസ് റെസ്റ്റ് വേണം. അപ്പോൾ 2 വീക്സും കൂടി നിങ്ങൾ മ്യൂസിക്കൊക്കെ കണ്ടിരിക്കുക അല്ലേ. ഡിവൈൻ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് കണ്ണൊക്കെ ഇട്ടിരിക്കും, അത്രേ ഉള്ളൂ, അത്രേ പാടുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞാൽ തെറാപ്പി തുടങ്ങാം. ഡിസംബർ 8 തൊട്ട് തെറാപ്പി. ഡിസംബർ 8 തൊട്ടപ്പോൾ 2 വീക്സ് കണ്ടിന്യൂസ് ചെയ്യണം. തെറാപ്പി ഉണ്ട്. അപ്പോൾ തെറാപ്പി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ഡിവൈൻ്റെ ആ ഒരു പുതിയൊരു ശബ്ദമായിരിക്കുന്ന തോന്നണം എനിക്ക്. പഴയ ശബ്ദത്തിലേക്ക് വരാൻ സാധ്യതയില്ല. ഇപ്പം തന്നെ വേറൊരു ശബ്ദമാണ് അല്ലേ. ഞാൻ ഡോക്ടർ പറഞ്ഞു വേറൊരു ശബ്ദമാണ്, കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ശബ്ദമൊക്കെ ആയിട്ട് ഇപ്പം തോന്നണം. ഇനി തെറാപ്പി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി വേറെ രീതിയൊക്കെ ആവുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വേറെ എന്തൊക്കെയാണ്, വേറെ അസ്വസ്ഥതകളൊന്നുമില്ല അല്ലേ, ഉണ്ടോ എനിക്കറിയില്ല. ചൊറിച്ചിലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ എന്തും നമുക്ക് പറയാം, എന്തും പറയാം, കാരണം തിരിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയുടെ സപ്പോർട്ടും അതൊക്കെ, അതുകൊണ്ട് ഞങ്ങളതൊക്കെ വളരെ രസമായിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെ ഡോക്ടർ വീഡിയോസ് കാണും എന്നുള്ള പേടിയുള്ളത് കൊണ്ടും ഡിവൈന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നെക്സ്റ്റ് ഡേ പോകുമ്പോൾ അതിനുള്ളത് പറയും. അപ്പം അതുകൊണ്ടാണ്, അത് പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാനോ വേറെ കാര്യങ്ങൾക്കോ മെനക്കെടാത്തത്. അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തെങ്കിൽ മൂപ്പരൊന്ന് വിളിച്ചിരുന്ന് വോയിസ് ഓവറൊക്കെ തന്നേനെ. പക്ഷെ അത് നമ്മുടെ സ്ഥിരം വ്യൂവർ ആയിപ്പോയി ഡോക്ടർ. അപ്പം അത് വലിയൊരു അടിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ മിസ് ചെയ്താലും ഡോക്ടറിൻ്റെ കൂടെയുള്ള സിസ്റ്ററും കാണും, തെറാപ്പിസ്റ്റും കാണും, ഡേ ഫുൾ കാണും. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും നന്നായി. അപ്പോൾ വളരെ കൃത്യമായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ 1 മാസം വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ ഡിവൈൻ്റെ കിളിനാദം കേൾക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഒരു കിളിയുടെ പോലെ ഇരിക്കണത്. ഇനി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തൊണ്ട ഒന്നുകൂടി സോഫ്റ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ് ആകുമ്പോൾ സൗണ്ട് സോഫ്റ്റ് ആവണമല്ലോ, അപ്പോഴത്തേനും ഡിമ്പിളിൻ്റെ സൗണ്ട് പോകും. അപ്പം അത്രേ ഉള്ളൂ അപ്ഡേറ്റ്. വേറെ ഒന്നും അതിനെക്കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. അത് എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പറയേണ്ടത് മോശമല്ല. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, കണ്ടൻ്റാക്കി പോകാൻ പറ്റിയെങ്കിൽ നോക്കട്ടെ. തനിക്ക് എവിടെ കിട്ടുന്നതുപോലൊരു നാത്തൂനെ. ഇതൊന്നും അവിടെ കേൾക്കുണ്ടാവില്ല. കേൾക്കും, ഞാൻ വോയിസ് കൂട്ടിയിടും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാനെന്താ മരിക്കാൻ രസമായിരിക്കട്ടെ. അപ്പം നിങ്ങൾ ദയയിൽ പോകുമ്പോൾ പ്രത്യേകം ഞങ്ങളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ. ഡിസ്കൗണ്ടോ അല്ലേ, അതൊക്കെ ഉണ്ട്, പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. ഡിമ്പിൾ എന്ന് പറയുമ്പോൾ അടി ചോട്ട്. അപ്പോൾ എല്ലാവരും വേഗം ദയയിൽ പോവാം. അയ്യോ വേണ്ട, താനെന്താ സാജി സാറിന് പഠിക്കുക. ഓഫ് ചെയ്യടോ. എനിക്ക് തന്നെ ഇഷ്ടമായതില് കോമഡിയൊക്കെ പറയണതായി. എല്ലാവരും വേഗം ദയയിൽ, എല്ലാവരും ഷീമാട്ടിയിൽ വാന്ന് പറഞ്ഞ പോലെ. അല്ല, നമുക്കിപ്പോൾ എന്ത് രോഗത്തിന് ആശുപത്രിയിൽ പോകണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ലോകത്തുള്ള എല്ലാവരും രോഗികളാണല്ലോ. ഒരു ദിവസം ഒരു വീട്ടിലെ ഒരാളെങ്കിലും ആശുപത്രി പോയില്ലേ അറിയില്ല. തൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായി പോയി ഇന്നലെ, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ചീത്ത വിളിച്ചാൽ എന്നെ പീഡിപ്പിക്കുന്നതിന്. അത് വല്ലാത്തൊരു തൊഴിലക്കേടായി. ഡിവൈനെ ഞാൻ അടുക്കളയിലേക്ക് കയറ്റുന്നു, പണിയെടുപ്പിക്കുന്നു എന്നൊക്കെയാണ്. ഞാൻ മനഃപൂർവ്വം അവൾ എന്നോട് കയറാൻ പറഞ്ഞിട്ട് ഞാൻ കയറുന്നതാണ്. അല്ലേടോ
ഡിംപിൾ എന്നെ അവിടെ പീഡിപ്പിക്കുകയാണ്. താൻ വല്ലതും പറയുകയല്ലോ, ഓൺലൈൻ മീഡിയക്കാരൻ എന്നെ നെഞ്ചത്ത് കാണുന്നവര് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുക, ഡിംപിൾ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്. ഡിംപിളിനെ ആസ്ഥാനം പീഡിപ്പിക്കാനായിട്ടാണ് രേഖപ്പെടുത്തിയേക്കുന്നത്. ലെവലൊന്നും കൂടെ കൂട്ടാം. എന്തെങ്കിലും ഫോട്ടോ വീഡിയോ ഇതിന്റെ പേരിൽ വല്ല ഓൺലൈൻ ന്യൂസ് വന്നാൽ അതാ ഞാൻ പറയാം. ഫോട്ടോ വേണമെങ്കിൽ നല്ല ഫോട്ടോ ഞങ്ങളുടെ 2 പേരുടെ ഞങ്ങൾ തരും. വല്ലോൻ്റെയും ഫോട്ടോ കുത്തി കയറ്റാതെ ഇരിക്കുക അല്ലേ. നമ്മുടെ 2ന്റെ ഫോട്ടോ പോലെ പുതിയ ഫോട്ടോസ് ഉണ്ട്. ഞങ്ങളിത് ഇന്ന് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. വല്ലോൻ്റെ ഫോട്ടോ കുത്തി കയറ്റരുത്. എനിക്ക് ദേഷ്യം വരും. പാവം പിടിച്ചവര് ഞങ്ങളെ ഇങ്ങനെ എന്തിനു കുത്തിരിപ്പുണ്ടാക്കണേ അല്ലേ. പണ്ടേ ഞങ്ങളൊരു പീഡിപ്പിസ്റ്റുകളാ. ദയവ് ചെയ്ത് ഓൺലൈൻ മീഡിയാസ് ന്യൂസ് ഉണ്ടാക്കരുത്, വയ്യ. അതുകൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാൻ, റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആലോചിക്കാം. ഫോട്ടോ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, നല്ല ഫോട്ടോസ് തരാം. HD ക്വാളിറ്റിയിൽ. ടാറ്റ പറ, സീ യു പറ. See you. ഫ്ലൈസ് കൊടുക്കുന്നുണ്ട്. ഇല്ല. ബൈ.